എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പച്ചത്തക്കാളി വെച്ചിട്ട് ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചത്തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പച്ച തക്കാളിനെ എടുക്കണം. കുറച്ചൊന്ന് പഴുപ്പാവുന്നുണ്ടെങ്കിൽ പിന്നെ അത് അവോയ്ഡ് ചെയ്യാൻ നല്ലത്, പുളിരസം വരും. ഈ പച്ചത്തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 സവോള, ഇടത്തരം സവോളയാണ്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക്, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ടോ. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ വേണം കട്ട് ചെയ്യാനായിട്ട്. നമുക്ക് എല്ലാ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പം അതേ നമ്മുടെ തക്കാളി, അതുപോലെ സവോളയും പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബീട്രൂട്ട് വെച്ചിട്ട് ഒരു ലിപ് ബാം നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ആ ലിപ് ബാമാട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. കുറച്ച് ഡിഫറൻസ് ഒക്കെ തോന്നുന്നില്ല നിങ്ങൾക്ക്? ഒരു ചെറിയ ലൈറ്റ് കളറും ഒരു ചെറിയൊരു ഗ്ലോ ഒക്കെ തോന്നുന്നില്ല? എനിക്ക് തോന്നിയിട്ടാണ്. ഞാൻ ഉണ്ടാക്കിയ കാരണമാണോന്ന് അറിയില്ല. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി വീഡിയോ പോയിട്ട് കാണാം. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യണേലേക്ക് കിടക്കാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ തക്കാളി അരിഞ്ഞ് വെച്ചേക്കുന്നത്. അതുപോലെ നമ്മുടെ സവോളയും പച്ചമുളകും ചെറുതായി അരിഞ്ഞ് വെച്ചത് കേട്ടോ. ഇനി നമുക്ക് കുക്ക് ചെയ്യണേലേക്ക് പോവാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടാവട്ടെ നന്നായിട്ട്. ഇതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിച്ച് കേട്ടോ. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇതിലേക്ക് സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റണം കേട്ടോ. നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. അതെ, ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും. നന്നായിട്ടൊന്ന് വഴന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്താം, തക്കാളി അരിഞ്ഞ് വെച്ചത് ഇതിൻ്റെ കൂടെ കൂടെ ചേർക്കാം കേട്ടോ. നന്നായി ഇനി മിക്സാക്കാം. പിന്നെ ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട, ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ മതി. അടച്ച് വെച്ചാൽ കുറേ വെള്ളം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കുറേ വെള്ളം ഉണ്ടാവും. അപ്പം നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് വേവിക്കാം കേട്ടോ. അതേ നമ്മുടെ തക്കാളിത്തോര റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ അടിപൊളി തക്കാളിത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പച്ചത്തക്കാളിത്തോരൻ. അതേ ഞാൻ നമ്മുടെ തോരൻ, തക്കാളിത്തോരനും ചോറും കൂടി കഴിക്കാൻ പോവാണ് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, പച്ചത്തക്കാളി തന്നെ എടുക്കണം. അപ്പം നല്ല ടേസ്റ്റിൽ നമുക്ക് തോരൻ ഉണ്ടാക്കാൻ പറ്റും.